പുലിയാ? എവിടെ? ഡേ 1 ബാംഗ്ലൂർ. ഇപ്പോൾ ബാംഗ്ലൂർക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ പെരിയപട്ടണം കഴിഞ്ഞ് ഒരു കുറച്ചെത്തിയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒരു ബൈക്കർ എന്ന രീതിയിൽ നമുക്ക് ഇവരെല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, സൗഹൃദം പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവന്മാർ റോഡ് ക്രോസ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് നല്ല രസമുള്ള റൂട്ടാണ് കേട്ടോ. ഇത് വണ്ടി വാങ്ങിച്ച് ട്രിപ്പ് പോയാൽ ഏറ്റവും അടിപൊളിയായ ട്രിപ്പുകളെല്ലാം കൂടെ ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് ഈ C900. ആക്രയുടെ ആ റോറിങ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. വാസു എന്തേ? എടാ, അവൻ്റെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കണ്ടേ? തിരികെ ഇറങ്ങണ്ട. എടാ, ഞാനും അവനും കൂടെ വരാം. എടാ, ഞാനും അവനും കൂടെ വരാം. സാരില്ല. ഓ, ഇനി വേണോ? ഈ സൈഡിൽ നിന്ന് എടുക്കാം. അപ്പൊ കറക്റ്റ് കിട്ടും. ഇവിടെ നിന്നാണ് നല്ല വ്യൂ കാണാന്. പിന്നെ ഇവിടുന്ന് എടുത്തപ്പോഴേ ഒരു ലോറി ഇവിടെ നിന്ന് സ്ലോ ആയി, അതിന്റെ മറവിലായി പോയി. അവന്മാരങ്ങ് പോയില്ലേ? ഒരു പണിയാ, നമുക്ക് ഇവിടെ അങ്ങോട്ട് വന്ന് എടുക്കാം. ആ, ഒരു ഫ്ലൈ ബേ അടിച്ചേട്ടോ. ഫ്ലൈ ബേ അടിച്ചോ? അത് കൊള്ളായിരുന്നു നമ്മുടെ വരവ്, അത് കൊള്ളായിരുന്നു. പക്ഷെ ആ മോളിൽ നിന്നുള്ള എന്നെ രസം അറിയോ, എടുക്കേണ്ട രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇല്ലേ മൂട് സാധനം അത്. വണ്ടി വന്നല്ലേ?
നമുക്ക് കറക്റ്റ് ടൈമിൽ സാരില്ല മതി, കുഴപ്പമില്ല. പോയാ ഞാൻ പറഞ്ഞില്ലേ, അത് മതി അത് മതി. ഇനി അങ്ങോട്ട് പീസ്ഫുൾ ആൻഡ് കാം ആയിരിക്കും അല്ലേ? ആ ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഡ്രൈ ലാൻഡാ? ഡ്രൈ ലാൻഡ് പക്ഷേ നോർമൽ കാടൊക്കെ കാണുന്നില്ലേ? ഏത് പുലിയാ? എവിടെ? ലാസ്റ്റ് ടൈം ഈ റോട്ടിൽ നിങ്ങളുടെ ഇപ്പോൾ വീഡിയോ ആക്കിയിട്ടില്ലേ? ആര്? ഞാൻ കണ്ട ലാസ്റ്റ് ടൈം നമ്മൾ പെരിയപട്ടണം പോയപ്പോ തുള്ളി ഒരു ഫുൾ റോഡ് കിടന്ന് അങ്ങോട്ട് പോയി. എവിടുന്ന്? ആ റോഡ് ഇങ്ങോട്ട് പോയിട്ട് നമ്മളിപ്പോ വീഡിയോ ആക്കിയേ പോടാ. അങ്ങോട്ട് കുറച്ച് ചെറുതാണ് ലെപ്പോർഡ്. ഫ്ലൈ വേ ഉണ്ടായിരുന്നു. ഫ്ലൈ വേ സൂപ്പറാ. ഇപ്പഴത്തെ അല്ല, വണ്ടിയുണ്ട്. യെല്ലോ അല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ആ യെല്ലോ നല്ല രസമായിരിക്കും വീഡിയോ കാണാൻ. നിനക്കും ഇവനും മറ്റേ DRലുണ്ടല്ലോ, അപ്പൊ നല്ല രസമാണ് കാണാൻ. പാണ്ടക്കെട്ട് കിട്ടിയത് ഞാൻ. സോ ഗൈസ് ഫൈനലി നമ്മളിതാ ബാംഗ്ലൂർക്ക് ഡേ 1 ബാംഗ്ലൂർക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ പെരിയപട്ടണം കഴിഞ്ഞ് കുറച്ചെത്തിയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു സാധാരണ ഒരു ലോക്കലൊരു കടയിൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡ്ഡലി കഴിച്ചു, പിന്നെ നമ്മുടെ വേറെന്താ പൂരി ഉണ്ടായിരുന്നു. ഇഡ്ഡലിയും പൂരിയും കഴിച്ചു. അപ്പോൾ അവിടെ ഞങ്ങൾ നേരെ വിടുവാണ്. സോ ഇന്നും നാളെയായിട്ട് നമ്മുടെ ബാംഗ്ലൂരിലെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യണം. നമ്മുടെ റൈഡ് വിത്ത് മസിൽ, സാശ്രീ ബ്രോ, കെവിൻ ബ്രോ, പിന്നെ നമ്മുടെ പ്രീത്ത്, അമൽ. അപ്പം ഇവരെ ആരും സത്യം പറഞ്ഞ അമലിനെയും നമ്മുടെ അബി പിന്നെ പ്രീത്തിനെയും നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ്. പക്ഷെ ബാക്കിയുള്ള ആരെയും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒരു ബൈക്കർ എന്ന രീതിയിൽ നമുക്ക് ഇവരെല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, സൗഹൃദം പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫസ്റ്റ് ടൈമാണ് നേരിൽ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ നമ്മുടെ വിശാൽ ബ്രോ, നമ്മുടെ യദു. സോ ഇവരെല്ലാം നമ്മളിന്ന് മീറ്റ് ചെയ്യും, എല്ലാവരും കൂടെ റൈഡ് പോവും. ദാറ്റ്സ് ഓൾ അബൌട്ട് ബാംഗ്ലൂർ. നാളെ ഏർലി മോർണിംഗ് നേരെ ഗന്തിക്കോട്ടാണ്. Look at thumbs up. എത്ര പേരാ അറിയാം തംസ് അപ്പ് വരുന്നത്. പിള്ളേർ രക്ഷയില്ല, പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവന്മാർക്ക് റോഡ് ക്രോസ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിപ്പോൾ ബാംഗ്ലൂർ പോകുന്നത് ശരിക്കുള്ള നാഷണൽ ഹൈവേ കൂടി അല്ല നമ്മൾ പോകുന്നത്, ലൈക്ക് മൈസൂർ കൂടിയല്ല പോകുന്നത്. നമ്മൾ പെരിയപട്ടണ, നേലമംഗല, ഹസൻ അങ്ങനെ ആ ഒരു സ്ട്രെച്ച് കൂടിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇത് നല്ല രസമുള്ള റൂട്ടാണ് കേട്ടോ. ഇത് വേറെ തിരക്കുമില്ല, നല്ല റോഡുമാണ്. മറ്റേ പറഞ്ഞാൽ നമുക്ക് നാഷണൽ ഹൈവേയിൽ നമുക്ക് എക്സ്പ്രസ് വേയിൽ നമുക്ക് കയറാൻ പറ്റുമല്ലോ. കയറാൻ പറ്റാത്തതുകൊണ്ട് ആ സൈഡ് സർവീസ് റോഡിൽ കൂടെ പോകണം. അതുകൊണ്ട് അത് ആകെ ഷോറുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റോഡ് എടുത്തത്. ഇത് നൈസാണ്. അപ്പോൾ നമ്മളിന്ന് റൂം ബുക്ക് ചെയ്തേക്കുന്നത് സോസ്റ്റിലാണ്, ബാംഗ്ലൂർ സോസ്റ്റിലാണ്. സോസ്റ്റിലല്ല, സോറി, ഗോസ്റ്റോപ്സിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്.
C900 ആക്ര ഒരു രക്ഷയില്ല കേട്ടോ, കില്ലാടി. നമ്മുടെ വിക്കിക്കുട്ടൻ നമ്മുടെ പുതിയ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് ബാക്ക് പാക്ക് ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. ലഗേജായിട്ട് വേറെ ഒന്നും കെട്ടിയൊന്നും വെച്ചിട്ടില്ല, പുള്ളി ഷോൾഡറിൽ തന്നെ ഇട്ടു. നൈസ് ലുക്ക് മാൻ. എനിക്ക് ഈ വണ്ടി ഭയങ്കര നൊസ്റ്റാൾജി ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഞാൻ എൻ്റെ വണ്ടി വാങ്ങിച്ച് ട്രിപ്പ് പോയാൽ ഏറ്റവും അടിപൊളിയായ ട്രിപ്പുകളെല്ലാം കൂടെ ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് ഈ C900 KL59J2727. നമ്മുടെ ടോണിക്കുട്ടൻ്റെ വണ്ടിയാണ് ആലക്കോടുള്ള. പുള്ളി ഇപ്പോൾ വണ്ടി വിറ്റിട്ട് ഏകദേശം ഒരു കുറച്ച് കൊല്ലമായി. വണ്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4th ഓണറിലാണ്ടാണോ ഉള്ളത്. എനിവേ അഷ്റഫിനെ വിളിച്ചു. അവിടെ അഷ്റഫ് കൊണ്ടോട്ടിയിൽ നിന്ന് നമ്മുടെ അങ്ങോട്ട് വന്ന് ഇത്രയും ദൂരം ഒന്നും ഒരു വിഷയമാക്കാണ്ട് തന്നെ പുള്ളി വന്നു. ആക്രയുടെ ആ റോറിങ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ബെസ്റ്റ് കോംബോ ഫോർ മീ. ഈവൻ ടോണി ഉള്ളപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സംഭവമാണ് ഞാനും ടോണിയും ഈ ഒരു ആക്ര. എൻ്റെ യോഷിമുറ ഇതും കൂടെ രണ്ടും കൂടെ വരുമ്പോൾ ഉള്ള ആ ഒരു മെലഡി ഉണ്ടല്ലോ, ഒയ്യോ ഒരു രക്ഷയില്ല. മനസ്സിലാക്കി അറിയാവുന്നവർക്കറിയാം അതിൻ്റെ സുഖം എന്താണുള്ളത്. ആക്ര ഒരു 6000 RPM മുകളിലേക്ക് വരുമ്പോൾ എൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ. Full system Acra Povik the short one. ഫുള്ള് തീയാ കേട്ടോ ഈ വണ്ടി കൂടെ.